Okay. So in the last class, we discussed what is the response to high pass filter. So in that response to the high pass filter, we discussed two type of response. That means what will happen when we are giving sinusoidal wave, what will be happening when we are giving a step input. Sine wave കൊടുക്കുമ്പോൾ the output will be sine wave. But in this case, നമ്മൾ output waveform നെ കുറിച്ചല്ല ഡിസ്കസ് ചെയ്തത്. In this case, we derive, there is a derivation. Derivation regard to gain, derivation regard to obtain the curve. ഇങ്ങനൊരു curve നമ്മൾ പ്ലോട്ട് ചെയ്താൽ. That is called frequency response curve. Next, in step input, നമ്മൾ ഡിസ്കസ് ചെയ്ത ഔട്ട്പുട്ട് സ്റ്റെപ്പ് ആണെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു എക്സ്പോണൻഷ്യലി ഡിക്രീസിങ് ആയിരിക്കും. സോറി, ദിസ് ഈസ് നോട്ട്. I will draw once more. Just wait. Okay, so if step is the input, the output waveform is like an exponentially decreasing, that is e raised to minus t. So this is u of t, or it is v into u of t. So in the second part, the derivation is focused upon the output, v output. ഈ ഡെറിവേഷനകത്ത് ഒരു കാര്യം കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാണ്. ദാറ്റ് ഈസ് ദ ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് ഈസ് പ്ലോട്ടഡ് ഇഫ് യു ആർ ഗിവിംഗ് സൈൻ വേവ്. സൈൻ വേവ് കൊടുത്തപ്പോഴാണ് നമുക്ക് ഫ്രീക്വൻസി റെസ്പോൺസ് കിട്ടുന്നത്. ആൻഡ് ദാറ്റ് ഫ്രീക്വൻസി റെസ്പോൺസ് ഈസ് ലൈക്ക് ദിസ്. ഫ്രീക്വൻസി റെസ്പോൺസ് അങ്ങനെ ആയിരുന്നോ? ഫ്രീക്വൻസി റെസ്പോൺസ് കിട്ടിയത് ഏത് ഫിൽറ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? വിച്ച് ഫിൽറ്റർ വി ഡിസ്കസ്ഡ്? ഹൈ പാസ് ഫിൽറ്റർ. ഹൈ പാസ് ഫിൽറ്ററിൽ ഇങ്ങനെയാണോ ഗ്രാഫ് വരുന്നത്? ആരും ശ്രദ്ധിച്ചില്ല. അത് പറയണ്ടേ? തിരിച്ചാ വരുന്നത്. Okay, at that point I will explain once more here. That is, in high pass filter, the curve is like this. ശരിയല്ലേ? ഹൈ ഫ്രീക്വൻസിയിൽ പോകുമ്പോഴത്തേക്ക് ഓർ ഇൻഫിനിറ്റി zero, there is one more point, f equal to f1. What is this name for this f equal to f1? Or remember? Cutoff frequency. What is the equation for cutoff frequency? f1 1 by 2 pi RC. 1 by 2 pi RC. Then ഇവിടെ നമ്മൾ മൂന്ന് പോയിന്റ്സ് ഡിസ്കസ് ചെയ്തായിരുന്നു. അറ്റ് f equal to 0, gain equal to 0. This is gain axis. At f equal to 0, gain equal to 0. At f equal to infinity, gain value or capital A ഒക്കെയാണ് നമ്മൾ കൊടുത്തത്. That is equal to 1. ഒരു പോയിന്റ് കൂടെ കൺസിഡർ ചെയ്തായിരുന്നു. That is what? F equal to f1. F equal to f1. f equal to f1 എന്ന് പറയുന്ന പോയിന്റ് ആണ് ഇവിടെ ഞാൻ എടുക്കുകയാണെന്ന് വെച്ചാൽ. ഇതാണ് f equal to f1 എന്ന് പറഞ്ഞ പോയിന്റ്. ഇവിടെ ഗെയിൻ എത്രയാണ് കിട്ടിയത്? 0.707. 0.707. സ്റ്റഡി ദിസ് വാല്യൂ. ദിസ് വാല്യൂ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കേണ്ട ഒരു കാൽക്കുലേഷൻ ഉണ്ട്. ജസ്റ്റ് സിംപ്ലി ടേക്ക് 20 log of 0.707. 20 log എന്ന് പറയുന്നത് നമ്മൾ dB സ്കെയിൽ, ഡെസിബൽ സ്കെയിലാണ് നമ്മൾ 20 log എടുക്കുന്നത്. So if you are taking gain in dB scale or dB scale ഓട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ just take 20 log and you will get -3 dB. ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ഗെയിൻ എന്ന് പറയുന്നത്, you know that this is linear gain, that is V output divided by V input, not the point. This gain is called linear gain.
This is a linear gain. It's called linear gain. But നമ്മൾ ആക്ച്വലി പ്ലോട്ട് ചെയ്യുന്ന ഗ്രാഫ് ലീനിയറിലല്ല പ്ലോട്ട് ചെയ്യുന്നത്. ദ ഡിഫറൻസ് ഈസ് ഇവിടെ ഫ്രീക്വൻസി ഉണ്ട്, ബട്ട് ഹിയർ ഇറ്റ് ഈസ് നോട്ട് ഗെയിൻ. ദിസ് ഈസ് കോൾഡ് ഗെയിൻ ഇൻ dB. That means dB ലോട്ട് എടുക്കണമെങ്കിൽ just take 20 log of that value. Simply take 20 log of that value. And that 20, അന്നേരം ഈ 0.707 എന്ന് പറയുന്ന പോയിന്റ് എങ്ങോട്ട് മാറും? ഈ 0.707 എന്ന് പറയുന്ന പോയിന്റ് എങ്ങോട്ട് മാറും? കട്ട് ഓഫ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് 0.707, when gain equal to 0.707, and that gain is shifted to where? എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? dB സ്കെയിലില് പറഞ്ഞ പോയിന്റ് ഇതാണ്. ഇൻ ഫസ്റ്റ് കേസ് ഈ ഗ്രാഫാണ് ഞാൻ പ്ലോട്ട് ചെയ്തത്. ഐ സിംപ്ലി ടു ഗെയിൻ, ഞാൻ ഗെയിൻ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ദാറ്റ് ഗെയിൻ ഇസ് കോൾഡ്, ടു ബി സ്പെസിഫിക്, ഇറ്റ് ഇസ് കോൾഡ് ലീനിയർ ഗെയിൻ, ഓർ ഇറ്റ് വിൽ ബി വി ഔട്ട്പുട്ട് ബൈ വി ഇൻ. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു കർവ് കിട്ടിയത്. ഈ പോയിന്റ് നമ്മൾ എടുത്തത്, ഈ പോയിന്റിനെയാണ് നമ്മൾ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്നൊക്കെ പറഞ്ഞത്. ആ പോയിന്റ് എടുക്കണമെങ്കിൽ ഗെയിനിൽ നിന്ന് താഴോട്ട് 0.707 എടുക്കണം. കാരണം ഇത് 1 ആണ്. 1ന്റെ താഴെ എപ്പോഴാണോ 0.707 വരുന്നത് ആ ഗെയിൻ ആണ് എടുക്കേണ്ടത്. ദാറ്റ് ഈസ് ദിസ് പോയിന്റ്. അവിടുന്ന് ഒരു ലൈൻ വരച്ചു, ആ പോയിന്റ് ആണ്. അവിടുന്ന് ആ കർവിൽ എവിടെ മീറ്റ് ചെയ്യുന്നു ആ ഫ്രീക്വൻസിയാണ് F=F1 എന്ന് പറയുന്ന കട്ട് ഓഫ് ഫ്രീക്വൻസി. ഈസ് ദിസ് പോയിന്റ് ക്ലിയർ ടു യു? How to take the cutoff frequency from the graph if it is in linear gain? ശരിയാണോ? Yes, sir. Clear? Clear? Yes, sir. Yes. പക്ഷെ ഞാൻ ഇവിടെ എടുക്കുന്നത് ഗെയിൻ ഇൻ ലീനിയർ അല്ല, ഗെയിൻ ഇൻ dB-യിലാണ്. The gain in dB is, it is like 20 log V output by V input. ഗെയിൻ കണ്ടുപിടിക്കണം, അതിന്റെ കൂടെ 20 ലോവും കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് കർവ് ഇങ്ങനെ കിട്ടി. ഈ കർവ് ഇങ്ങനെ കിട്ടിയത്. I will draw some slope to that, then only you can get the idea. Yes. I will use another pen color. That നിങ്ങൾക്ക് കിട്ടിയ ഗ്രാഫ് ഇങ്ങനെയുള്ള ഗ്രാഫാ കിട്ടിയെന്ന് വെച്ചു. But here the axis is in dB, 20 log. അന്നേരം നിങ്ങൾക്ക് ഇവിടെ ഒരു മാക്സിമം ഗെയിൻ കിട്ടി. ഇതാണ് നിങ്ങളുടെ മാക്സിമം ഗെയിൻ. ഞാൻ പറഞ്ഞു ഈ 0.707 dB-ലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എത്രയാ? -3 dB. നിങ്ങൾ നോക്കിയാൽ മതി, 20 log of 0.707 എത്ര നോക്കിയാൽ മതി, അത് -3 dB കിട്ടും. അന്നേരം നമ്മളുടെ ഈ ഗ്രാഫിൽ, ദാറ്റ് മീൻസ് ഇഫ് ദ y axis is in gain in dB or 20 log of V output by V input, how will you calculate the cutoff frequency? അന്നേരം maximum gain, suppose maximum gain is, എനിക്ക് മാക്സിമം ഗെയിൻ കിട്ടിയത് 70 dB ആണെന്ന് വെച്ചോ. സിമ്പിൾ അസ്യൂം, സിമ്പിൾ 70 dB ആണ്. സപ്പോസ് 70 dB ആണ് എനിക്ക് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കട്ട് ഓഫ് ഫ്രീക്വൻസി ഏത് പോയിന്റിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുമെന്നാണ് എന്റെ ചോദ്യം. ഇവിടെ 0.707 എന്നാണ് നിങ്ങൾ എടുത്തത്. മാക്സിമം 1 ആയതുകൊണ്ട് അവിടുന്ന് താഴോട്ട് 0.707 എടുത്തു. പക്ഷെ ഇവിടെ dB-യിൽ മാക്സിമം 70 dB കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കട്ട് ഓഫ് ഫ്രീക്വൻസി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? How will you calculate the cutoff frequency? Yes, പറഞ്ഞേ, എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? എത്ര dB എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യണം? ഇവിടെ എനിക്ക് എത്ര dB താഴോട്ട് എടുക്കണം? 3 dB താഴോട്ട്. ആ താഴോട്ട് എന്ന് ഡൗൺവേർഡ് കാണിക്കാൻ വേണ്ടിയാണ് -3 dB. -3 dB എടുക്കേണ്ടത്. 70 - 3, that is 67.
67 dB ഗെയിൻ എന്ന് നോക്കുക, അവിടുന്ന് ഒറ്റ വര വരയ്ക്കുക. ദെൻ നിങ്ങൾക്ക് ഈ ഗ്രാഫിൽ ഒരു പോയിന്റ് കിട്ടും. ഈ പോയിന്റ് ആണ് എന്ത് പോയിന്റ് എന്ന് പറയുന്നത്? കട്ട് ഓഫ് ഫ്രീക്വൻസി. എഫ് ഈക്വൽ ടു നിങ്ങളുടെ 1/2πRC എന്ന് പറഞ്ഞ പോയിന്റോ അല്ലെങ്കിൽ അതിനെ നമ്മൾ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്നോ പറഞ്ഞു. സോ യു ഗോട്ട് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കാൽക്കുലേറ്റിംഗ് ദ കട്ട് ഓഫ് ഫ്രീക്വൻസി ഇൻ ദ ടു കേസസ്. ഫസ്റ്റ് കേസിൽ ലീനിയർ ഗെയിൻ ആണ്. Understand that point? This is in linear. This is only V output by V input, but here it is 20 log of V output by input. അന്നേരം നിങ്ങൾ ലീനിയർ ഗെയിൻ ആണെങ്കിൽ ഗെയിനിന്റെ 0.707 ടൈംസിലുള്ള പോയിന്റ് ആണ് ഇവിടെ എടുക്കുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് DB മാക്സിമം ഗെയിനിൽ നിന്ന് -3 dB താഴോട്ട് എടുത്ത് ആ പോയിന്റ് ഏതാണോ അവിടുന്ന് വേണം കട്ട് ഓഫ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. You got the idea regarding this cut off frequency? Yes, students? Yes, sir. ആ കട്ട് ഓഫ് ഫ്രീക്വൻസി ഐഡിയ കിട്ടിയോ? എങ്ങനെയാണ് നമുക്കൊരു കട്ട് ഓഫ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാം? ഇത് നമുക്ക് പ്രാക്ടിക്കൽ ലാബിൽ വരുമ്പോൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ കട്ട് ഓഫ് ഫ്രീക്വൻസിയുടെ കൺസെപ്റ്റ് ഞാൻ പറഞ്ഞത്. ഒരു ഗ്രാഫിൽ നിന്ന് മാക്സിമം ഗെയിനിൽ നിന്ന് -3 dB താഴോട്ട് എടുത്ത് ആ പോയിന്റിൽ നിന്ന് മാത്രമേ കട്ട് ഓഫ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാവൂ. ആ പോയിന്റ് എടുക്കുന്നത് പറയുന്നത് മാക്സിമത്തിൽ നിന്ന് -3 dB. I think that point is clear to you. Clear? Yes, sir. Yes. Yes, sir. Okay. I am moving to the concept of differentiator. Differentiator already I explained, but here I am taking some more points here. Differentiator. So in differentiator, high pass filter neയാണ് differentiator circuit എന്ന് പറയുന്നത്. ഡിഫറൻഷിയേറ്റർ ഇൻപുട്ട് എന്തായിരിക്കണം? ഞാൻ പറഞ്ഞായിരുന്നു. എന്തായിരിക്കണം ഇൻപുട്ട്? സ്ക്വയർ വേവ് ആയിരിക്കണം. ഔട്ട്പുട്ട് നമുക്ക് കണ്ടുപിടിക്കണം. ഇതിന്റെ ഒരു ഐഡിയ പ്രസീത മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ബട്ട് ഐ വിൽ ടേക്ക് ദിസ് ടൈം ടു ഡിസ്ക്രൈബ് ഒരു സ്ക്വയർ വേവ് കൊടുക്കുമ്പോൾ ഹൗ ഐ വിൽ ഗെറ്റ് ദ ഔട്ട്പുട്ട്. ഇനി വാട്ട് ഇസ് ദ കണ്ടീഷൻ? ടെൽ മീ ദ കണ്ടീഷൻ ഫോർ എ സർക്യൂട്ട് ടു ബി ഡിഫറൻഷിയേറ്റർ. ഒരു ഡിഫറൻഷിയേറ്റർ സർക്യൂട്ട് ആവണമെങ്കിൽ വാട്ട് ഷുഡ് ബി ദ കണ്ടീഷൻ? ടെൽ മീ. എന്തായിരുന്നു കണ്ടീഷൻ? എന്തായിരുന്നു കണ്ടീഷൻ? What is the condition? First condition, second condition. Tell me the condition. ഒരു സർക്യൂട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ two conditions. What are the two conditions? Output proportional to. Yes, output proportional. This is not the condition. This is the actual concept of the circuit. Output is directly proportional to d/dt of input. By dt. Input. അത് ഒരു സർക്യൂട്ട് ആണ് എങ്കിൽ അതിന്റെ ഔട്ട്പുട്ട് ഇങ്ങനെ ആയിരിക്കും വരുന്നതെന്ന്. ബട്ട് ഐ ആസ്ക്ഡ് അബൌട്ട് വാട്ട് ഈസ് ദ കണ്ടീഷൻ? വാട്ട് ആർ ദ ടു? RC less than t. Smaller than t. Yes, RC smaller than t. What is the next condition? XC greater than or equal to 10R. Yes, these are the two conditions for a circuit to be differentiator. The differentiator ആണ്. Okay, so this is not the condition. This is the concept, but the condition is like this: RC less than T and reactance of the capacitor must be 10 times greater than resistance. Then ഇവിടെ കുറച്ച് വേവ് ഫോംസ് തരാം. എന്നിട്ട് you have to tell what should be the output waveform. ഇതൊരു സൈൻ വേവ് ആണോ? ഇതൊരു സൈൻ വേവ് ആണ്. സൈൻ വേവ് ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? സൈനിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്നാ കിട്ടും? യെസ്, ഇതെന്ത് വേവ് ഫോമാ? ഇവിടെ 0 ഇവിടെ 0 1 ആ. അതതിന്റെ മീനിങ്. എന്നാൽ ഇത് കൊസൈൻ. സോ സൈൻ കൊടുക്കുമ്പോൾ കൊസൈൻ കിട്ടും. ബട്ട് ഈ രണ്ട് വേവ് ഫോം ഒരുപോലെ ഇരിക്കുന്ന വേവ് ഫോം ആണ്. ശരിയാണോ ഞാൻ പറഞ്ഞേ? അല്ലേ? ശരിയാണോ? യെസ്, അതുകൊണ്ടാണ് ഇതിനെ സൈനസോയിഡൽ വേവ് ഫോംസ് എന്ന് പറയുന്നത്. സോ വി ആർ ഗിവിംഗ് സൈൻ ബട്ട് വി ആർ ഗെറ്റിംഗ് കോസ്. ബട്ട്
രണ്ടും സൈനസോയിഡൽ നേച്ചർ ആണ്. ദാറ്റ്സ് വൈ ഇഫ് യു ആർ ഗിവിംഗ് സൈൻ വേവ് ഔട്ട്പുട്ട് വിൽ ബി അഗെയിൻ സൈൻ വേവ് എന്ന് പറയാൻ റീസൺ അതാണ്. ആക്ച്വലി ഡിഫറൻഷിയേറ്റ് ചെയ്തൊരു കാര്യമാണ് കിട്ടുന്നത്, ബട്ട് ബോത്ത് ആർ സൈനസോയിഡൽ നേച്ചർ. ആൻഡ് second is important. So my question is, what is the output waveform? What is the output waveform of a square wave? ഒരു ഡിഫറൻഷിയേറ്ററിൽ നിങ്ങൾ സ്ക്വയർ വേവ് ഫോം കൊടുത്തു കഴിഞ്ഞാൽ വാട്ട് ഷുഡ് ബി ദ ഔട്ട്പുട്ട് വേവ് ഫോം? യു ആർ ഗിവിംഗ് സ്ക്വയർ വേവ്, വാട്ട് ഷുഡ് ബി ദ ഔട്ട്പുട്ട് വേവ് ഫോം? പ്രസിഡൻസ് പറഞ്ഞായിരുന്നു, അതിന്റെ പേരൊക്കെ പറഞ്ഞായിരുന്നു. This is the input to the differentiator. Input to the differentiator circuit. Okay, we will discuss. ഞാൻ ഇത് ഗ്രാഫ് ഒന്നും കൂടെ താഴോട്ട് വരയ്ക്കുകയാണ്. ഇതിനെ ഞാൻ താഴോട്ട് പ്രൊജക്റ്റ് ചെയ്യുകയാണ്. projecting down and this is also projecting down. ഇനി ഇതൊന്ന് പറഞ്ഞു, ഇതിനെ 3 ഹാഫായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യണം. ദിസ് ഈസ് ദ ഫസ്റ്റ് ഹാഫ്, ദിസ് ഈസ് ദ സെക്കൻഡ് ഹാഫ് ആൻഡ് ദിസ് ഈസ് ദ തേർഡ് ഹാഫ്. ഈ ഫസ്റ്റ് ഹാഫ് കണ്ട എന്ത് വേവ് ഫോം ആ ഇരിക്കുന്നേ? ഫസ്റ്റ് ഹാഫ് ഈ ഫസ്റ്റ് ഹാഫ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച ഏത് സിഗ്നലിനോട് സിമിലർ ആയത്? സ്റ്റെപ്പ് ഇൻപുട്ട് അല്ലെ, യു ഓഫ് ടി. ഇതൊരു യു ഓഫ് ടി ആണ്. ഇതെന്തോ ഇത്? ഇത് യു ഓഫ് ടി ആണെങ്കിൽ സെക്കൻഡ് വേവ് ഫോം എന്നതാ? സിഗ്നൽ സിസ്റ്റം ബേസിക്സ് സെക്കൻഡ് വേവ് ഫോം ഈസ്, രണ്ട് ഓപ്ഷൻ തരാം. ഇതാണോ അതോ ഇതാണോ? ഇതാണോ ഇതാണോ? ആദ്യം വരച്ചതാണോ രണ്ടാമത് വരച്ചതാണോ? മൈനസ് ആദ്യത്തെ. രണ്ടാമത്തെ വ്യത്യാസം എന്നാ? ഇത് നമ്മൾ പറയും ആംപ്ലിറ്റ്യൂഡ് റിവേഴ്സൽ എന്ന് പറയും. ആംപ്ലിറ്റ്യൂഡ് ആ ചേഞ്ച് ചെയ്തേക്കുന്നത്, ശരിയാണോ? ദിസ് ഈസ് കോൾഡ് ടൈം റിവേഴ്സൽ. മിഥുൻ സാർ പഠിപ്പിച്ചായിരുന്നു അതൊക്കെ? യെസ്. ആദ്യത്തത് ആംപ്ലിറ്റ്യൂഡ് ആണ്. ആംപ്ലിറ്റ്യൂഡ് ആണ് റിവേഴ്സ് ചെയ്തിരിക്കുന്നത്. രണ്ടാമതിനകത്ത് ഇൻസൈഡ് ഉള്ള ടൈം വേരിയബിൾ ആണ് വേരി ചെയ്യുന്നത്. ദാറ്റ് ഈസ് കോൾഡ് ടൈം റിവേഴ്സൽ. സോ നമ്മൾ ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് ദിസ് ഈസ് കോൾഡ് yes. So this is minus u of t and this is again u of t. Then u of t ആണെങ്കിൽ what is the output waveform? പറഞ്ഞേ. u of t ആണെങ്കിൽ what is output waveform? u of t ആണെങ്കിൽ what is output waveform? സ്റ്റെപ്പ് ഇൻപുട്ട് ആണെങ്കിൽ എന്തായിരുന്നു? ഒരു നമ്മുടെ ഹൈ പാസ് ഫിൽറ്ററിൽ സ്റ്റെപ്പ് ഇൻപുട്ടാ കൊടുക്കുന്നെങ്കിൽ yes, what is output waveform? The step input ആണ് കൊടുത്തത് എന്നാണെങ്കിൽ what is the output waveform we are getting for a step input in case of high pass filter? എന്തായിരുന്നു? 0 linear ആണ് സർ. Impulse. Just check the derivation what we discussed last class. Step input response, what is output? Exponentially decreasing. Exponentially decreasing. U of t, v into u of t, we discussed a large derivation and the last we got output equal this v this sum into e terms minus rc. ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയായിരുന്നു? കിട്ടിയോ ഇല്ലയോ? കിട്ടിയോ? Yes sir. Yes. So u of t means exponentially decreasing like this. ഇത് മൈനസ് ആണ്. അതിന്റെ മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ u of t again decreasing. Then ഇതാണ് ആ വേവ് ഫോം. I will show the waveform clearly in the next slide.
So this waveform is called spike waveform. So if you are giving square wave to the differentiator circuit or a high pass filter, the output will be what? Spike. Positive spike in Ghana, negative spikes in Ghana. So you got the logic? Yes. If you are giving a square wave is given as the input to the high pass or a differentiator, output must be spike. That is condition satisfy the condition apply. Condition is RC very much less than T. This you have to remember. If you are giving a square waveform, output must be a spike waveform. That is RC very much less than T. Clear? I will show you a figure. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? Yes, sir. Yes, sir. കാണാം? Is this Yes, sir. clear to you? Yes, sir. Yes. So yes. ഇനി ഈ മോളിൽ കാണിച്ചേക്കുന്ന ഫിഗർ കണ്ടിട്ട് ഇത് എന്ത് വേവ് ഫോമാ? ഇൻപുട്ട്. ദിസ് ഈസ് ദ ഇൻപുട്ട്. ഇതാണ് നമ്മുടെ ഇൻപുട്ട്. യെസ്, ഇത് നമ്മുടെ ഇൻപുട്ട് വേവ് ഫോംസ് ആണ്. ഈ ഇൻപുട്ട് വേവ് ഫോമിന് എന്നാ പ്രത്യേകത എന്നാ? ഇത് സ്ക്വയർ ആണോ? ഇത് സ്ക്വയർ ആണോ? ഈ കാണിച്ചേക്കുന്നത് സ്ക്വയർ ആണോ? Is this a square waveform? Yes or no? Is this a square waveform? Yes, sir. സ്ക്വയർ വേവ് ഫോമിന് നമുക്ക് പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവ് ഹാഫ് സൈക്കിളും ഉണ്ട്. ഇതിനകത്ത് ഏത് ഹാഫ് സൈക്കിളേ ഉള്ളൂ? Positive മാത്രം. This is having only positive half cycle. This is having only positive half cycle. ഇതിന് പോസിറ്റീവ് ഹാഫ് സൈക്കിളേ ഉള്ളൂ. ഇതിനെയാണ് നമ്മൾ പൾസ് വേവ് ഫോം എന്ന് പറയും, പൾസ്. ബട്ട് അസ്യൂം ദാറ്റ് ദിസ് ഈസ് സ്ക്വയർ വേവ്. ഇത് പൾസ് ആണ്, കാരണം ഇവിടെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രമല്ല, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ അവിടെ സീറോ ആണോ? നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഇല്ല. ആക്ച്വലി ഇതൊരു പൾസ് വേവ് ഫോം ആണ്. ഓക്കെ, നമ്മൾ അസ്യൂം ചെയ്യുക ഇത് ഒരു സ്ക്വയർ വേവ് ഫോം ആണെന്ന് അസ്യൂം ചെയ്യുക. ദിസ് ഈസ് സ്ക്വയർ വേവ് ഫോം. ഇവിടെ നിങ്ങൾക്ക് 3 കണ്ടീഷൻസ്, ഞാൻ 4 കണ്ടീഷൻസ് ഉണ്ട്. 10 RC, 1 RC, 0.5 RC, 0.1 RC. എവിടെയാണ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള സ്പൈക്ക് വേവ് ഫോം കിട്ടുന്നത്? ദാറ്റ് മീൻസ് ഇഫ് യു ആർ ഗിവിംഗ് എ സ്ക്വയർ വേവ് ഫോം, ദ ഔട്ട്പുട്ട് മസ്റ്റ് ബി സ്പൈക്ക് വേവ് ഫോം. സോ ഓൺ വിച്ച് കണ്ടീഷൻ യു ആർ ഗെറ്റിംഗ് ദ സ്പൈക്ക് വേവ് ഫോം? Exam question, university exam, they ask this to draw this wave form. Yes, tell me. എവിടെയാണ്, ഏത് കണ്ടീഷനിലാണ് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്പൈക്ക് കിട്ടുന്നത്? ഇൻ വിച്ച് കണ്ടീഷൻ? 0.1 RC. യെസ്, 0.1. 0.1 RC. ദാറ്റ് മീൻസ് ഈ കണ്ടീഷൻ എന്ന് പറയുന്നത്, ഈ വേവ് ഫോമിന്റെ, ഞാൻ ഐ വിൽ റൈറ്റ് ദ കണ്ടീഷൻ ഓവർ ഹിയർ. The first case, the condition is 10 RC. 10 RC എന്ന് പറയുന്നത് RC very much greater than T. ശരിയാണോ? അങ്ങനെ 10 കിട്ടുള്ളൂ. This is RC equal to T. This is RC less than T. But this is RC very much less than T. So I told that for a differentiator circuit to get a square waveform, ഏത് condition satisfy ചെയ്യണം? RC very much less than T. That's why I'm getting perfect spikes over here, positive spikes and negative spikes.
That means exponentially decreasing, exponentially decreasing, exponentially decreasing, exponentially decreasing. But even at the inverse, amplitude reversal only is happening over here, amplitude reversal. So you have to study this waveform. Exam point of view, this is very important. Exam, university exam, e waveform ചോദിച്ചിട്ടുണ്ട്, വരയ്ക്കാൻ ചോദിച്ചിട്ടുണ്ട്. Draw the different waveform for the different condition. അതായത് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് സ്പൈക്ക് വരയ്ക്കേണ്ടത് ഏത് കണ്ടീഷൻ, ആർ സി വെരി മച്ച് ലെസ് ദാൻ ടിയിലെ പെർഫെക്റ്റ് സ്പൈക്ക് വരയ്ക്കും. ബാക്കി എല്ലാ കണ്ടീഷനിലും ഒരു കാരണവശാലും പെർഫെക്റ്റ് സ്പൈക്സ് വരയ്ക്കരുത്. അത് മാത്രമേ എക്സാമിനർ നോക്കുകയുള്ളൂ പെർഫെക്റ്റ് ആയിട്ട്. So this is an previous university exam question. I think this is clear to you. Any doubts? No, sir. Yes. Okay. Everyone, please write this question. കാണാൻ പറ്റുന്നുണ്ടോ? This is the first experiment you have to do in the lab. Please note that. First question, experiment number 1. Design and set up a high pass RC circuit for a cutoff frequency of 1 kilohertz. Plot the frequency response curve and calculate the lower cutoff frequency from the graph. This is the question. High pass RC circuit കണ്ടുപിടിക്കണം അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യണം. കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്ന ഫാക്ടർ വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്യേണ്ടത്. 1 കിലോഹെർട്സ്. ഫ്രീക്വൻസി റെസ്പോൺസ് കർവ് പ്ലോട്ട് ചെയ്യണം. ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം ഗ്രാഫിൽ നിന്ന്. സോ we will start the derivation from here. ഇനി ഹൈ പാസ് സർക്യൂട്ട് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഷുഡ് ബി ദി ഇൻപുട്ട്? ടെൽ മീ. I need to design a high pass circuit. High pass circuit and design ചെയ്യേണ്ടത്. Input must be what? Tell me the first input. Yes. Input പറഞ്ഞേ. What should be the input should be given to a high pass filter? Sine wave. Yes, sine wave. Yes, sine wave ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ആംപ്ലിറ്റ്യൂഡ് അനുസരിച്ചിട്ട് കൊടുക്കാം. ഇനി അതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. രണ്ടാമത്തെ പോയിന്റ് കട്ട് ഓഫ് ഫ്രീക്വൻസി തന്നേക്കുന്നത്. കട്ട് ഓഫ് ഫ്രീക്വൻസി ഇക്വേഷൻ അറിയണം. വാട്ട് ഇസ് ദ കട്ട് ഓഫ് ഫ്രീക്വൻസി ഇക്വേഷൻ? കട്ട് ഓഫ് ഫ്രീക്വൻസി 1/2πRC. ഈ കട്ട് ഓഫ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് 1 കിലോഹെർട്സ് ഇറ്റ് ഈസ് ഗിവൺ. ഈ കട്ട് ഓഫ് ഫ്രീക്വൻസിയുടെ ഇക്വേഷനിൽ നിന്ന് എത്ര അൺനോൺസ് ഉണ്ട്? ഹൗ മെനി അൺനോൺസ് ഈസ് ദെയർ? Cut off frequency equation, this term is known. Cut off frequency 1 kilohertz is given. How many unknowns are there? Etra unknowns undu? Etra unknowns undu? F1 namak ariyam. Etra unknowns undu? രണ്ടെണ്ണം. ആറും സിയും അറിയത്തില്ല. സോ നമ്മളുടെ ഡിസൈൻ പാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്, we will start with an assumption. That means either we will assume R or either we will assume C. കാരണം F1 നമുക്കറിയാം, 2πയുടെ വാല്യൂ ഓട്ടോമാറ്റിക് അറിയാം, R അറിയത്തില്ല, C അറിയത്തില്ല. 2 unknowns are there. Hence we can't solve that. So we need to start with an assumption. Either we need to assume R or either we need to assume C. But normally lab we will take R. It is 5.6K. 5.6K. ഡിസൈൻ പാർട്ടിലേക്ക് ഞാൻ വരാം. ഇന്നലെ ഡിസൈൻ ചെയ്തു നമ്മൾ. ഇനി നമ്മൾ ആ ഗ്രാഫിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കണം? കട്ട് ഓഫ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലാബിൽ ആ എക്സ്പെരിമെന്റ് റിലേറ്റ് ചെയ്തിട്ട് ചെയ്യേണ്ടത്.
Okay, this is regarding high pass filter. Okay. Let me take the slides once more. Yes. Next. ഇത് നിങ്ങൾക്ക് ഡിഫറൻഷിയേറ്റർ ആണ് ഡിസൈൻ ചെയ്യണം. ഡിഫറൻഷിയേറ്റർ ഡിസൈൻ ചെയ്യണം. ഡിഫറൻഷിയേറ്റർ ആണെങ്കിൽ ഇൻപുട്ട് മസ്റ്റ് ബി വാട്ട് ഷുഡ് ബി ദ ഇൻപുട്ട്? Square. Square. യെസ്. ഔട്ട്പുട്ട് കിട്ടുന്നത് സ്പൈക്ക് ആയിരിക്കും.